അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴും കടയിൽ പോകുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു പ്രസൻസ്. അമ്മ അടുത്തുണ്ടെന്ന് തോന്നിക്കുമ്പോഴൊക്കെ ഒരു ദേഹത്ത് കുളിരുന്ന പോലെയും കൂളാകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുമെന്ന് അമ്മേൻ്റെ അടുത്ത് പറയുന്ന പോലെ എൻ്റെ മനസ്സിൽ തോന്നി. അതുപോലെ തന്നെ സംഭവിച്ചു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ സ്പോൺസർ ചെയ്തിരുന്ന ആളുകൾ എന്നെ കൈവിട്ടു. അപ്പോൾ ഏകദേശം 3 മാസത്തോളം എനിക്ക് ഗ്യാപ്പ് വന്നു. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 12-നാണ്. സത്യത്തിൽ ഇവിടെ വരാനുള്ള കാരണം എൻ്റെ കൂടെ നിന്നവർ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെ സങ്കടപ്പെട്ട് അമ്മയോട് സങ്കടം പറയാനാണ് ഞാൻ വന്നത്. പക്ഷെ അമ്മ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മ മനസ്സിൽ തോന്നിപ്പിച്ച പോലെ തന്നെ സംഭവിച്ചു. ഒരു ദുരന്തം എനിക്കുണ്ടായി. എൻ്റെ പേര് ശില്പ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ ജോലിയെ പറ്റിയാണ്. എനിക്ക് ജോലി കിട്ടിയ സാക്ഷ്യമാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. അവിടുന്ന് ഒരു ചേച്ചി എൻ്റെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വളരെ തിടുക്കത്തിൽ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ എൻ്റെ ബുക്കിൽ എഴുതിയെടുക്കുകയും അത് ചൊല്ലുകയും ചെയ്തിരുന്നു. എനിക്ക് ഉടമ്പടി എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി. എനിക്കിവിടെ വരാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ദുബായിലേക്ക് ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1 വർഷത്തോളം ഞാൻ അതിനു വേണ്ടി എൻ്റെ സാലറി മുഴുവൻ ചിലവാക്കി. എക്സാം എഴുതി, DH എക്സാം എഴുതി. അത് ഞാൻ സെലക്റ്റായി. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതെനിക്ക് ക്ലിനിക്കിലേക്കാണ് കിട്ടിയത്. ഹോസ്പിറ്റലിൽ സെലക്ട് ആയില്ല. പിന്നീട് അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം എൻ്റെ ലൈഫിലേക്ക് പുതിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം സ്പോൺസർ ചെയ്യാൻ എനിക്ക് പുതിയ ആളുകൾ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എന്നെ സഹായിക്കാൻ കുറേ ആളുകൾ എൻ്റെ മുൻപിൽ വന്നു. അപ്പം എന്നെക്കാട്ടിലും മുതിർന്ന ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ 3.5 വർഷത്തെ ജോലി റിസൈൻ ചെയ്ത് OET പഠിക്കാൻ കോട്ടയത്ത് പോയി. ആ സമയത്ത് എൻ്റെ എല്ലാ ചിലവുകളും എൻ്റെ കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിരുന്ന ആളുകളാണ് ചിലവാക്കിയിരുന്നത്. ഉടമ്പടി ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോവും. 1 മണിക്കൂർ മുൻപേ പോയി ജപമാല പള്ളിയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ചൊല്ലും. പക്ഷെ അമ്മ എൻ്റെ 6 നിയോഗങ്ങളെ പറ്റി എനിക്കൊരു ആൻസർ തന്നില്ല. ഞാൻ OET പാസ്സാകുന്ന കാര്യമാണ് ഞാൻ ആദ്യം എഴുതിയത്. പക്ഷെ അമ്മ പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറയുന്നത്. ഈശോയ്ക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴും കടയിൽ പോകുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു പ്രസൻസ്. അമ്മ അടുത്തുണ്ടെന്ന് തോന്നിക്കുമ്പോഴൊക്കെ ഒരു ദേഹത്ത് കുളിരുന്ന പോലെയും കൂളാകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുമെന്ന് അമ്മേൻ്റെ അടുത്ത് പറയുന്ന പോലെ എൻ്റെ മനസ്സിൽ തോന്നി. അതുപോലെ തന്നെ സംഭവിച്ചു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ സ്പോൺസർ ചെയ്തിരുന്ന ആളുകൾ എന്നെ കൈവിട്ടു. അപ്പോൾ ഏകദേശം 3 മാസത്തോളം എനിക്ക് ഗ്യാപ്പ് വന്നു. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 12-നാണ്. സത്യത്തിൽ ഇവിടെ വരാനുള്ള കാരണം എൻ്റെ കൂടെ നിന്നവർ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെ സങ്കടപ്പെട്ട് അമ്മയോട് സങ്കടം പറയാനാണ് ഞാൻ വന്നത്. പക്ഷെ അമ്മ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മ മനസ്സിൽ തോന്നിപ്പിച്ച പോലെ തന്നെ സംഭവിച്ചു. ഒരു ദുരന്തം എനിക്കുണ്ടായി. സ്പോൺസർ ചെയ്തിരുന്നവരെല്ലാം കൈവിട്ടു. ആ സമയത്ത് ഞാൻ പിന്നെ കോട്ടയത്തിൽ നിന്ന് പത്തനംതിട്ട എൻ്റെ വീട്ടിലേക്ക് വന്നു. 2 ആഴ്ച എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നു. OETയുടെ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു. അതിനു മുമ്പേ തന്നെ സ്പോൺസർ ചെയ്തിരുന്ന ആളുകൾ കൈവിട്ടു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്ലബിംഗ് സ്കോറാണ് കിട്ടിയത്. അതായത് UK സ്കോർ കിട്ടിയില്ല. വേണമെങ്കിൽ എനിക്ക് 6 മാസം കൊണ്ട് എഴുതിയെടുക്കാവുന്ന സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കാകെ ഭയങ്കര വിഷമമായിരുന്നു മുൻപോട്ട് പോകുവാൻ. കാരണം സാമ്പത്തികമായിട്ട് എൻ്റെ ഒന്നുമില്ല. ഉള്ള ജോലിയും കളഞ്ഞിട്ടാണ് ഞാൻ റിസൈൻ വെച്ചത്. അതിനുശേഷം ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്നു. അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പോയി. ഞങ്ങളുടെ അടുത്തുള്ള കടകളുടെയൊക്കെ കൊടുത്തു. അമ്മയോട് പറഞ്ഞ് 3.5 വർഷം നാട്ടിൽ നിന്നു. ഇനി ഒരു വർഷം കൂടിയൊന്നും എനിക്ക് പറ്റില്ല, നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ജോലിയാക്കി തരണമെന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ വാട്സപ്പിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഞങ്ങളുടെ അടുത്തുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജിലൊരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച ഹോസ്പിറ്റൽ തന്നെയാണ്, ഞാൻ ജനിച്ച ഹോസ്പിറ്റലാണ്. അവിടെ തന്നെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ചെയ്ത് പാസ്സായി.
പാസ്സായി കഴിഞ്ഞ് ഞാൻ HR-ൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു 1 ഇയർ കോൺട്രാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ചോദിച്ചു കോൺട്രാക്റ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ HR പറഞ്ഞു 1 ഇയർ കോൺട്രാക്റ്റേ നമുക്കുള്ളൂ, പിന്നെ 3 ഇയർ കോൺട്രാക്റ്റും ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു 6 മന്ത് കോൺട്രാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ HR പറഞ്ഞു 6 മന്ത് കോൺട്രാക്റ്റ് ഉണ്ട്, വിത്ത് ഫുൾ സാലറി തരാമെന്ന് പറഞ്ഞു. ശരിക്കും അത് ഒരു ഹോസ്പിറ്റലിൽ നടക്കാത്തൊരു കാര്യമാണ്. നമ്മൾക്ക് 6 മന്ത് കോൺട്രാക്റ്റ് ഒരിക്കലും കിട്ടില്ല. 1 ഇയർ കോൺട്രാക്റ്റ്, 2 ഇയർ കോൺട്രാക്റ്റ് ഒക്കെ കിട്ടും. 6 മന്ത് കോൺട്രാക്റ്റ് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ഫുൾ സാലറി കിട്ടില്ല. പക്ഷേ എനിക്ക് HR അവിടെ 6 മന്ത് കോൺട്രാക്റ്റ് വിത്ത് ഫുൾ സാലറി എന്ന് എനിക്ക് എഴുതി തന്നു. അത് HR അല്ല, മാതാവ് തന്നെയാണ് എനിക്ക് തന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ഓൾറെഡി ദുബായ് എഴുതി, UK എഴുതി. ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ മനസ്സ് പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് അമ്മ എൻ്റെ മനസ്സിൽ പറയുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ വഴി അതല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത് 90 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ജോലി ശരിയായി കിട്ടി, ഞങ്ങളുടെ ഇവിടെ തന്നെ കിട്ടി. അപ്പോൾ അമ്മ പറയുന്നത് എൻ്റെ ലൈഫ് വേറൊരു തരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത അമ്മ ഉടമ്പടിയിലൂടെ. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. നവംബർ 16 ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി 2022. എൻ്റെ ജോലിയെക്കുറിച്ചാണ് ഞാൻ നിയോഗം വെച്ചത്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നോ എനിക്കറിയത്തില്ല. അതിനെനിക്കാകെ കൺഫ്യൂഷനാണ്. ആ സമയത്ത് മനസ്സിൽ സൗദിയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിച്ച ഒരു സ്ഥലം. അങ്ങനെ മുൻപോട്ട് പോയി. കുറേ ഏജൻസിയിൽ CV ഒക്കെ അയച്ചു. CV ഒക്കെ അയച്ചിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. ഒരു ഡിഫൻസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് പക്ഷേ കാര്യങ്ങൾക്ക് ഡിലേ ആകുന്നു. മാതാവ് തന്ന 6 മന്ത് കോൺട്രാക്റ്റ് തീരാറായി. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നു 2023 ഫെബ്രുവരിക്ക് മുമ്പ് എനിക്ക് എൻ്റെ ജോലി എന്തെങ്കിലും ശരിയായി കിട്ടണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അത് എങ്ങോട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അതിനുശേഷം എൻ്റെ മനസ്സിൽ എനിക്കൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നത് എനിക്ക് ലോൺ കിട്ടുമെന്നായിരുന്നു. എനിക്ക് വസ്തുവും വീടുമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ലോൺ കിട്ടില്ല, ആരും സഹായിക്കാനും ഇല്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മനസ്സിലായി എൻ്റെ മെറിറ്റെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. മുന്നോട്ട് പോകാൻ സഹായിക്കാനും ആരുമില്ല. ഓൾറെഡി ഫെബ്രുവരി ആയി, 2023 മാർച്ച് 26 ആകുമ്പോഴത്തേക്ക് എൻ്റെ കോൺട്രാക്റ്റ് തീരും. അമ്മ തന്ന കോൺട്രാക്റ്റാണ്, ജോലിയാണ്, അത് തീരും. ഞാൻ സ്വർഗസ്ഥനായ പിതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് മുൻപോട്ട് എനിക്കൊരു വഴിയും കാണുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോയോട് പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്നതാണ് ലാസ്റ്റ് ഓപ്ഷൻ. ഓൾറെഡി എനിക്ക് നാട്ടിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് പിറ്റേ ദിവസം, കാരണം നമുക്ക് സൗദിയിലേക്കൊക്കെ പോകണേലും 3-4 ലക്ഷം രൂപയൊക്കെ ആവും. 1 ലക്ഷം രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാൻ എൻ്റെ ഇല്ല. അപ്പം അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്കൊരു വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് കാണുകയാണ്. ODPC ത്രൂ ഇൻ്റർവ്യൂ, MOH ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം ഞാൻ അതിന് ജസ്റ്റ് അയക്കാമെന്ന് വെച്ചു. ODPC എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഏജൻസിയാണ്. അതിൽ സെലക്ട് ആയാൽ നമ്മൾ 1 ലക്ഷം 2 ലക്ഷം ഒന്നും കൊടുത്ത് പോകണ്ട, അതിൽ താഴെ ആയിരിക്കും നമുക്ക് ചാർജ്. അപ്പോൾ അമ്മ എനിക്കത് കാണിച്ചു തരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ CV അയച്ചു. അതിന് ഫെബ്രുവരി 19, 2023 CV അയച്ചത്. അയച്ചു കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അയക്കുവാൻ അവർ പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 27 എനിക്ക് മെയിൽ വന്നു, ഞാൻ ഇൻ്റർവ്യൂവിൽ എൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. ശരിക്കും ലിസ്റ്റ് വന്നപ്പോഴേ ഞാൻ കൺഫേം ആക്കി ഞാൻ ഇൻ്റർവ്യൂ പാസ്സായെന്ന്. കാരണം സ്വർഗം തുറന്ന് പിതാവ് എനിക്ക് ചെയ്തു തന്നതാണ്, അതെനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. അങ്ങനെ മാർച്ച് 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. എനിക്ക് 3.5 വർഷം വാർഡ് എക്സ്പീരിയൻസ് ആണുള്ളത്. മെഡിക്കൽ സർജിക്കൽ വാർഡാണ്. 6 മാസം ICU എക്സ്പീരിയൻസും ആണോ ഉള്ളത്. അപ്പം പ്രാക്ടിക്കലി പറഞ്ഞാൽ നമുക്ക് എവിടെയാണോ എക്സ്പീരിയൻസ് കൂടുതൽ അവിടെ വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ. അപ്പം വാർഡ് വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ. പക്ഷേ എനിക്ക് അതിനോട് മനസ്സിൽ താല്പര്യമില്ല. എനിക്ക് ICUയിൽ വർക്ക് ചെയ്യാൻ ആണ് ഇഷ്ടം. 6 മാസം എനിക്ക് കിട്ടിയ ICUയിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. പെട്ടെന്ന് അവർ ഫയൽ ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറ്റുകയായിരുന്നു. അപ്പോൾ അകത്ത് കയറി ഫയൽ നോക്കിയപ്പോഴാണ് അവർ മെയിനായിട്ട് മെഡിക്കൽ ICU ആണ് എഴുതിയേക്കണത് ഫയലിൻ്റെ ഫ്രണ്ടിൽ. അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. അമ്മയോട് ഞാൻ സത്യത്തിൽ നിർബന്ധം പിടിച്ചില്ല, എനിക്ക് ICU തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചില്ല. പക്ഷേ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റിട്ടൺ എക്സാം ഉണ്ട്, നമുക്ക് ഫോണിൽ കൂടെ തന്നെ ചെയ്യാം. അപ്പം ഞാൻ ICU വെച്ച് തന്നെ എക്സാം ചെയ്തു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് കയറി. അപ്പോഴത്തേക്ക് ഞാൻ കുറേ ടയേർഡായിരുന്നു. രാവിലെ 7:30 ഇൻ്റർവ്യൂ ചെയ്യാൻ അകത്ത് കയറിയത്. പക്ഷേ രാത്രി
7 മണിക്കായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ ഒരുപാട് ടയേർഡായി. എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉണ്ട്, എനിക്ക് ഒരു സൈഡിൽ നല്ല തലവേദനയുണ്ട്, ആകെ ടയേർഡായി. കാശ് രൂപം കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ അകത്ത് കയറി. എൻ്റെ ഫയൽ കണ്ട ഉടനെ ഇൻ്റർവ്യൂവർ എന്നോട് ചോദിച്ചു, ശില്പ ഇതെന്താണ്, നിനക്ക് ICU എക്സ്പീരിയൻസ് 6 മാസമല്ലേ ഉള്ളൂ, 3.5 വർഷമല്ലേ വാർഡ് എക്സ്പീരിയൻസ്, നീ പിന്നെന്താ ICU എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് സത്യത്തിൽ അമ്മ എൻ്റെ കൂട്ടുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ICU ആണ് ഇഷ്ടം. അപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിച്ചു, ഞാൻ ചോദിക്കുന്നതിനെല്ലാം നീ ആൻസർ പറയുമോ, 6 മാസം കൊണ്ട് ICU എക്സ്പീരിയൻസ് കൊണ്ട് നീ എന്ത് ആൻസർ പറയാനാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചു. ഞാൻ ഒരു തപ്പലും കൂടാതെ അതിനെല്ലാം ആൻസർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെൻ്റെ അടുത്ത്, അതിൻ്റെ ആൻസർ LFT എന്നായിരുന്നു. ഞാൻ ആൻസർ പറഞ്ഞപ്പം പറഞ്ഞു അതല്ല ആൻസർ, അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ അതല്ലെന്ന് പറഞ്ഞു. അത് ഇൻ്റർവ്യൂ പറഞ്ഞ ഉടനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആൻസർ പെട്ടെന്ന് ഹൈലൈറ്റ് ആയിട്ട് വരുവാണ്. സീറം അമോണിയ എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പം അത് ഞാൻ തലേദിവസം പോലും ആ ഒരു വേർഡ് ഞാൻ ആലോചിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. 2-3 വർഷം മുമ്പ് ഞാൻ എന്തോ പഠിച്ച കാര്യമാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ പറഞ്ഞു. ഇൻ്റർവ്യൂവർ അത് കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. എൻ്റെ ഫയൽ ക്ലോസ് ചെയ്തത്, നീ എങ്ങനെ ആൻസർ പറയുമെന്ന് പറഞ്ഞ് എങ്ങനെ ആൻസർ പറയുമെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവർ എൻ്റെ ഫയൽ ക്ലോസ് ചെയ്തത് യുവർ എക്സലൻറ്റ് ICU സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞാണ്. ആ ക്രെഡിറ്റ് മൊത്തം ഈശോയ്ക്കും അമ്മയ്ക്കുമാണ്. അത് കഴിഞ്ഞ് എൻ്റെ കോൺട്രാക്റ്റ് തീർന്നു. വീണ്ടും ഞാൻ ഇവിടെ വന്ന ഉടമ്പടി 2ാമത് പുതുക്കി ഏപ്രിൽ 22. അത് കഴിഞ്ഞ് എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു, സെപ്റ്റോപ്ലാസ്റ്റി ആൻഡ് ഫെസ് സർജറി ആയിരുന്നു. എനിക്ക് സൈനസൈറ്റിസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്തൊക്കെ എനിക്ക് 2 തവണ കോവിഡ് വന്നാണ്. ഞാൻ ഇൻഹേലേഴ്സൊക്കെ യൂസ് ചെയ്യാമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ 2 ദിവസം മുൻപേ അഡ്മിറ്റായി നെബുലൈസേഷനൊക്കെ തന്നിട്ടാണ് എൻ്റെ സർജറി എനിക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സൗദിയിലേക്കുള്ള ഇൻ്റർവ്യൂ ഓൾറെഡി പാസ്സായി. അപ്പോൾ ആ സമയത്ത് ഞാനത് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു, സർജറിയും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. അതിനുശേഷം മെഡിക്കലിന് ഡേറ്റ് എടുത്തു. മെഡിക്കലിന് ഡേറ്റ് എടുത്തപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം അതിന് മുമ്പായിട്ട് ഡേറ്റ് എടുത്തതിന് 2 ആഴ്ച മുമ്പായിട്ട് എനിക്ക് ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ ആയി, ത്രോട്ട് ഇൻഫെക്ഷനായി. വീണ്ടും ഞാൻ ഒരു ദിവസം 8 ഗുളിക വരെ കഴിക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ സർജറിയുടെ മെഡിസിനും ഇതെല്ലാം കൂടെ ഒരു 8 ടാബ്ലറ്റ് വരെ കഴിക്കുമായിരുന്നു. അപ്പം എനിക്ക് മെഡിക്കലിന് പോകുമ്പോൾ ഒരു ടെൻഷനായിരുന്നു. പ്രത്യേകിച്ച് എക്സ്റേയുടെ കാര്യത്തിലാണെങ്കിലും, കോവിഡ് വന്നിട്ടുള്ളതുകൊണ്ട് എക്സ്റേയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ടെൻഷനായിരുന്നു. എൻ്റെ ബോഡി വെയ്റ്റിൻ്റെ കാര്യമാണെങ്കിലും 10 വർഷമായിട്ട് എനിക്ക് ഒരേ വെയിറ്റ് തന്നെയാണ്, ബോഡി വെയിറ്റ് തന്നെയാണ്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിനി ഹോസ്പിറ്റലിൽ നിന്നും കയറി ഇറങ്ങാൻ വയ്യ, എൻ്റെ മെഡിക്കൽ എല്ലാം നോർമലാക്കി തരണമെന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിൽ പോയപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോയത്. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ ഞാൻ പഠിച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലി മെഡിക്കലിന് ക്യൂ നിന്നപ്പോൾ ഞാൻ അത് മനസ്സിൽ ചൊല്ലിയിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ അടുത്തുള്ളൊരു പള്ളിയിലായിരുന്നു. അവിടെ കൃപാസനം പത്രം ആരോ കൊണ്ടു കൊടുക്കുകയും അമ്മ ഓരോ സാക്ഷ്യം വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നപ്പം 4 വർഷം എൻ്റെ ഒരേ വെയിറ്റ് ആയിരുന്നു. അപ്പം എൻ്റെ മെഡിക്കൽ വന്നപ്പം അതിലെനിക്ക് 4 കിലോ കൂടുതൽ കാണിച്ചു. എൻ്റെ BMI എനിക്ക് നോർമലാക്കി തന്നു. അതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും, ഡേറ്റ ഫ്ലോ, എലിജിബിലിറ്റി, വിസ കാര്യങ്ങൾ, ഓഫർ ലെറ്റർ എല്ലാം അമ്മ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. ഈ ഓഗസ്റ്റ് 14-ാം തീയതി ഞാൻ സൗദിക്ക് പോവാണ്. മാതാവിൻ്റെ ദിവസമായ ഓഗസ്റ്റ് 15-ന് ഞാൻ സൗദിയിലെത്തും. പിന്നെ ഞാൻ സൗദി പ്രോമെട്രി എക്സാം എഴുതിയായിരുന്നു. അത് ബാംഗ്ലൂരിലാണ് എഴുതിയത്. അപ്പോഴും ഞാൻ എക്സാമിനിടയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ തൂത്തിട്ടാണ് ഞാൻ പോയത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ പ്രൊമെട്രി എക്സാമും പാസ്സായി. എല്ലാം കൃത്യം സമയത്ത് തന്നെ നടന്നു. ഓഗസ്റ്റ് 15-ാം തീയതി ഞാൻ അവിടെ എത്തും. ഇതാണ് എൻ്റെ സാക്ഷ്യം. എനിക്ക് 4 വർഷം ഉണ്ടായിരുന്ന എൻ്റെ ജോലി തടസ്സം എനിക്ക് മാറിക്കിട്ടി. അതുപോലെ തന്നെ ഞാൻ സർജറി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, സെപ്റ്റോപ്ലാസ്റ്റി. ആ സമയത്ത് മൂക്കെല്ലാം അടച്ചു വെച്ചേക്കാണ്, മൂക്കിലാണ് സർജറി. അപ്പം ശ്വാസം എടുക്കുന്നത് വായിക്കൂടെ മാത്രമാണ്. അപ്പം ഇഞ്ചക്ഷൻ ട്രമഡോൾ തന്നിട്ട് പോലും എൻ്റെ പെയിൻ മാറിയില്ല. സാധാരണ ഇഞ്ചക്ഷൻ ട്രമഡോളൊക്കെ കൊടുക്കുമ്പം എന്ത് പെയിൻ ആണെങ്കിലും അത് മാറുന്നതാണ്. പക്ഷെ എനിക്ക് മാറിയില്ല. എനിക്ക് സഹിക്കാൻ പറ്റാതിട്ട്, പെയിൻ സഹിക്കാൻ പറ്റാതിട്ട് ഞാൻ കണ്ണടച്ച് കിടന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു ഉടമ്പടി തൈലം തൂക്കാൻ. അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്തു. ഓൺ ദ സ്പോട്ട് എൻ്റെ പെയിൻ മാറി.
ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുക എന്നുള്ളത് എൻ്റെ കുഞ്ഞിലേ മുതലേ ഒരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് സാധിച്ചത് ഞാൻ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഈശോ തന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.